Friends, welcome to my talk and cook. Nowadays I do not do any cooks, just talks only. Okay, anyway, today I just want to see and I just want to show you too about my garden. കണ്ടോ, ഇത് കണ്ടിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവച്ച ഒരു ചെടി, ഒരു കുഞ്ഞി ചെടി, ആ കുഞ്ഞു ചെടിയിൽ പൂക്കളുണ്ടാകുന്നത് ഇല്ല സിനിമയിൽ നമ്മുടെ നസ്ലിം പറഞ്ഞ പോലെ പ്രസവിച്ച സുഖമാണ് ഗൈസ് എനിക്ക്. കണ്ട ആക്ച്വലി ഇത് ഇവിടെ പറിച്ചു നട്ടത് ഞാനല്ല കേട്ടോ, രേശാട്ടനാണ് പറിച്ചു നട്ടത്. ഞാനിത് കൊണ്ടുവന്ന് പാകി കിളിപ്പിച്ചു. ഞാൻ നട്ടാലെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ ആരെങ്കിലും എന്നെ ചീത്ത വിളിക്കുമായിരിക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ഈ മണ്ണിൽ കൈയിട്ട് കുഴയ്ക്കുന്നത് എനിക്ക് ഭയങ്കര പാടാണ്. എൻ്റെ നാത്തിനിടയിലൊക്കെ പെട്ടെന്ന് അഴുക്ക് കയറും. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഹസ്ബൻഡാണ് എനിക്കതൊക്കെ ചെയ്തു തരുന്നത്. കണ്ട എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചെടിയൊക്കെ നട്ടിട്ട് അതിൽ പൂവുണ്ടാകുന്നത്. നമുക്ക് ഏതോ സിനിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊരു ചെടി കടയിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഫുൾ പ്ലാന്റ് വിത്ത് ഫ്ലവർ മേടിച്ച് വെച്ചാൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകത്തില്ല. നമ്മൾ എവിടെ നിന്നെങ്കിലും ഒരു വിത്തിട്ട് അല്ലെങ്കിൽ ഒരു കമ്പ് കൊണ്ടുവന്നിട്ട് അത് പൂവുണ്ടാകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം. എനിക്ക് സന്തോഷം അതാണ് കേട്ടോ. ഇനി കുഞ്ഞു കുഞ്ഞു പൂക്കൾ കാണും, ഇതൊക്കെ ഒരു നാച്ചുറൽ ഹാപ്പിനെസ്സാണ്. നമുക്കിപ്പോൾ ഒരുപാട് സ്ട്രെസ്സൊക്കെ ഉള്ള ടൈമിൽ നമ്മളിതുപോലെ നമ്മളും കൂടെ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നടന്നു പോയാൽ നമ്മളോട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെടിയൊക്കെ നട്ടാൽ അതിലൊരു പൂവുണ്ടാവുന്നൊക്കെ ടൈമിൽ നമുക്ക് ശരിക്കും നമ്മുടെ മൈൻഡ് ശരി റിലാക്സ് ആവും. ഇതെൻ്റെ അവസ്ഥ, എൻ്റെ അക്കോർഡിംഗ് ടു മീ ഇറ്റ്സ് വർക്ക്. ഈ ഒരു കോളാമ്പി ചെടി കോളാമ്പി എന്നാന്ന് തോന്നുന്നു പറയുന്നത്, വേറെ എന്തോ പേരുള്ളത് എനിക്കറിയില്ല. ഈ ഒരു കോളാമ്പി ചെടി ഒരു 8 വർഷം കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പം ഒരു 6 months ആയിട്ടേ ഉള്ളൂ ഇത് പൂവിടാൻ തുടങ്ങിയിട്ട്. ഇതല്ല, ഈ ഓൾമോസ്റ്റ് എല്ലാ കോളാമ്പി ചെടിയും ഇവിടെ നിന്നിട്ടുള്ളത് ഒരു 8 വർഷത്തോളം ഇവിടെ വിത്തൗട്ട് ഫ്ലവറിങ് നിൽക്കുകയായിരുന്നു. ഇപ്പം പക്ഷേ പൂവിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി കാണുന്നത് കേട്ടോ, എനിക്കിഷ്ടമാണ്. ഇതെൻ്റെ പാവൽക്കുട്ടൻ. സാധാരണ മഴ സമയത്ത് പാവലുണ്ടാവില്ല എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. എന്തായാലും ഞാൻ ജസ്റ്റ് നട്ടു, അതിൽ പൂവൊക്കെ ഉണ്ടായി. ഈ പൂ മഴയത്ത് പൊഴിഞ്ഞു പോകുന്നുണ്ടായിരിക്കും. ലെറ്റ് us see പാവയ്ക്ക ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. രണ്ടുപേര് ജനലിൽ കൂടെ നോക്കുകയാണ് ഞാൻ എന്താ ചെയ്യുന്നത്. കഴിക്കുന്നതേ ഉള്ളൂ, 1 മണിക്കൂർ കൊണ്ട് കൊടുത്തേക്കുക. ഈ ഓല ഇങ്ങനെ വെച്ചേക്കുന്നതെന്നറിയാമോ? ഇറ്റ്സ് എ പ്രിവെൻഷൻ അഗെയിൻസ്റ്റ് ഡോഗ്. ഓക്കെ, ബൈ.